അതിശക്തമായ ഉഷ്ണം വർദ്ധിച്ചു വരികയാണല്ലേ. വെള്ളമൊക്കെ വറ്റിത്തുടങ്ങി. കിണറുകളിലുള്ള വെള്ളം തന്നെ അടിയിലേക്ക് എത്തിയിരിക്കുകയാണ്. വയലുകളിൽ വെള്ളമില്ല. കുളങ്ങളിലുള്ള വെള്ളമൊക്കെ വറ്റിപ്പോയിരിക്കുകയാണ്. മനുഷ്യരാകുന്ന നമുക്ക് ദാഹമകറ്റാൻ കിണറുകളിൽ വെള്ളമുണ്ട്. അത് കോരിയെടുക്കാനും അത് ഉപയോഗപ്പെടുത്താനും നമുക്ക് സാധിക്കുമെങ്കിൽ ദാഹം നമ്മെ പോലെ തന്നെ ജീവജാലങ്ങൾക്കും ദാഹമുണ്ട്. നമ്മുടെയൊക്കെ പരിസരങ്ങളിലൂടെ പറന്നു വരുന്ന പക്ഷികൾ, അവയ്ക്ക് ദാഹമുണ്ട് സഹോദരങ്ങളെ. അവകൾക്ക് ദാഹം അകറ്റാൻ ആ കിണറിന്റെ ആയിലേക്ക് പറന്നു ചെല്ലാൻ അവർക്ക് സാധിക്കുകയില്ല. ഇതുവരെ അവർ ദാഹത്തിന് ഉപയോഗിച്ചിരുന്നത് കുളങ്ങളിലും വയലുകളിലുമുള്ള വെള്ളമായിരുന്നെങ്കിൽ ഇന്ന് അവിടെ ഒന്നും വെള്ളമില്ല. പക്ഷേ ദാഹം മാറിയിട്ടില്ല, ദാഹം കൂടി വരികയാണ്. അതുകൊണ്ട് തന്നെ കാരുണ്യത്തിന്റെ കരസ്പർശം മനുഷ്യരാകുന്ന നമ്മുടെ ഭാഗത്തുനിന്ന് ഉണ്ടാവണം. നമ്മുടെ പറവകൾക്ക്, നമ്മുടെ വീടിന്റെ പരിസരങ്ങളിലൂടെ പറന്നു വരുന്ന പക്ഷികൾക്ക് വെള്ളം കുടിക്കാനുള്ള സൗകര്യം ഒരു ചെറിയ പാത്രത്തിൽ വെള്ളമെടുത്തുകൊണ്ട് നമ്മുടെ വീടിന്റെ മുമ്പിലോ മതിലിന്റെ മുകളിലോ വീടിന്റെ മുകളിലോ നമ്മൾ ഒരുക്കി വെച്ച് കഴിഞ്ഞാൽ അത് വലിയൊരു കാരുണ്യമാണ്. ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞല്ലോ, മൻ ഹഫറ മാഅൻ, ഒരാൾ ഒരു വെള്ളത്തിന് വേണ്ടിയിട്ട് സൗകര്യമൊരുക്കി, ഒരു കിണർ കുഴിച്ചു അല്ലെങ്കിൽ ഒരു കുഴി കുഴിച്ചു, വെള്ളത്തിന് സൗകര്യമൊരുക്കി, ലം തശ്റബ് മിൻഹു കബിദുൻ, അതിൽ നിന്ന് കരളുള്ള ഏതൊരു വസ്തു വെള്ളം കുടിച്ചാലും, മിൻ ജിന്നിൻ വലാ ഇൻസിൻ വലാ ത്വാഇരിൻ, അത് മനുഷ്യനാവട്ടെ അല്ലെങ്കിൽ ജിന്നാവട്ടെ, വലാ ത്വാഇരിൻ, ഒരു പക്ഷിയാവട്ടെ, അതുവരെ വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ഇല്ല അജറഹുല്ലാഹു യൗമൽ ഖിയാമ, ഖിയാമത്ത് നാളിൽ ആ മനുഷ്യന് അതിന് പ്രതിഫലം കൊടുക്കും, അല്ലാഹു കൂലി കൊടുക്കുമെന്ന് ഹബീബ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ അവിടെ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ടെങ്കിൽ കാരുണ്യത്തിന്റെ കരസ്പർശം നീളേണ്ടുന്ന സമയമാണിത് സഹോദരങ്ങളെ. ഒരാൾ വന്നിട്ട് ഹബീബായ തങ്ങളോട് പറഞ്ഞില്ല, നബിയെ, ഞാൻ എന്റെ ഹൗലിൽ നിന്ന് എന്റെ ഒട്ടകത്തിന് ഞാൻ മതിവരുവോളം വെള്ളം കുടിപ്പിക്കുന്നുണ്ട്, എന്നാൽ മറ്റു ഒട്ടകങ്ങൾക്ക് വേണ്ടിയിട്ടും ഞാനത് ഒഴിവാക്കിയിടുന്നു, അവയും വെള്ളം കുടിക്കട്ടെ എന്ന് കരുതിയിട്ട് ഞാനത് മാറ്റിവെക്കുന്നു നബിയെ. അതുകൊണ്ട് ഫഹൽ ഫീ ദാലിക മിൻ അജ്ർ, എനിക്ക് അതിൽ വല്ല പ്രതിഫലവുമുണ്ടോ? ഞാൻ ഒരുക്കി വെച്ച വെള്ളത്തടാകത്തിൽ നിന്ന് മറ്റു മൃഗങ്ങൾ, മറ്റുള്ളവരുടെ ഒട്ടകങ്ങൾ വന്നുകൊണ്ട് വെള്ളം കുടിച്ചാൽ എനിക്കതിന് കൂലി കിട്ടുമോ എന്ന് ഹബീബായ തങ്ങളോട് ചോദിച്ചപ്പോൾ അല്ലാഹുവിന്റെ ഹബീബ സഹാബിയോട് പറയുകയാണ്, ഫീ കുല്ലി ദാതി കബദിൻ ഹറ അജ്റുൻ, അതേ കരളുള്ള, ഈർപ്പമുള്ള കരളുള്ള ഏതൊരു ജീവി അതിൽ നിന്ന് വെള്ളം കുടിച്ചാലും അതിനൊക്കെ പ്രതിഫലമുണ്ട്, അതിനൊക്കെ അല്ലാഹുവിന്റെ അടുക്കൽ നിനക്ക് പ്രതിഫലം കിട്ടുമെന്ന് ഹബീബായ മുത്തുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ നമ്മെ പഠിപ്പിച്ചിട്ടുണ്ട്. അതുകൊണ്ട് സഹോദരങ്ങളെ, ഈ അതിശക്തമായ ഉഷ്ണമുള്ള സമയത്ത് നമ്മുടെയൊക്കെ മക്കളോട് പറഞ്ഞുകൊണ്ട് ചെറിയ പാത്രത്തിൽ വെള്ളം വെച്ചു കൊടുത്താൽ അതിൽ നിന്ന് പക്ഷികളും പറവകളൊക്കെ വെള്ളം കുടിച്ച് ദാഹം മാറ്റുമ്പോൾ അത് അല്ലാഹു